നമസ്തേ, ഞാൻ ശാക്തേയ മാന്ത്രിക പീഠമാചാര്യൻ ജയകുമാർ ശർമ്മ. പലരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്. നമ്മൾ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുന്നുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും പറയാറുണ്ട് ഗണപതിയെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പക്ഷെ ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു ഗണപതി ഹോമം ഒരു ക്ഷേത്രത്തിൽ നടത്തുക. വെറുതെ ഒരു ഗണപതി ഹോമം അല്ല ആ ക്ഷേത്രത്തിൽ നടത്തേണ്ടത്. ആ ഗണപതി ഹോമത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: നെല്ല് ഭാഗ്യസൂക്തം ജപിച്ച് ഹോമിക്കുക എന്നുള്ളതാണ്. അത് ഗണപതി ഹോമത്തിൽ നെല്ല് ഭാഗ്യസൂക്തം ജപിച്ച് ഹോമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സങ്കല്പത്തിനാണോ നിങ്ങൾ ചെയ്യുന്നത്, ഏത് കാര്യത്തിന്റെ തടസ്സത്തിനാണോ നിങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ തടസ്സം മാറി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശീഘ്രഗതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കും. തടസ്സം വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഹോമത്തിൽ നെല്ല് ഭാഗ്യസൂക്തം ജപിച്ച് ഹോമിക്കുക. നമസ്തേ.